ലൈഫ് ലൈറ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഹാർട്ട് ഫെയിലിയറും ചികിത്സാ രീതികളും. നമ്മളോട് ഇന്ന് സംസാരിക്കാനായി എത്തിച്ചേർന്നിരിക്കുന്നത് പഴങ്ങനാട് സമരട്ടൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടന്റ് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ BC രഞ്ജികുമാർ ആണ്. ഡോക്ടറിന് സ്വാഗതം. സർ, എന്താണ് ഹാർട്ട് ഫെയിലിയർ? ഹാർട്ട് ഫെയിലിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൃദയപേശികൾക്കുണ്ടാകുന്ന ബലക്ഷയം കാരണം ഹാർട്ടിന് പമ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റിയുടെ കുറവ് വരികയും അത് രോഗലക്ഷണമായി കാണുന്നതിനെയാണ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത്. പല കാരണങ്ങൾ കൊണ്ട് ഹാർട്ട് ഫെയിലിയറുകൾ ഉണ്ടാവാം. ഏറ്റവും കോമൺ ആയിട്ട് നമ്മളുടെ ഇടയിൽ കാണുന്നത് കൊറോണറി ആർട്ടറി ഡിസീസ് തന്നെയാണ്. ഹൃദയധമനികളുടെ ബ്ലോക്ക് വന്നിട്ട് മസിലിന് ശേഷിക്കുറവ് വരികയും അത് ഹാർട്ടിൻ്റെ പമ്പിങ്ങിനെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖം എന്ന് വെച്ചാൽ ഡയബറ്റിസ്, ലോങ് സ്റ്റാൻഡിങ് ഡയബറ്റിസും ഉണ്ട്. ഹാർട്ടിൻ്റെ മസിൽസിന് ശേഷിക്കുറവ് വരികയും പമ്പിങ് കുറഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു അസുഖമാണ് രണ്ടാമതായിട്ട് കാണുന്നത്. പിന്നെ ഹൈപ്പർ ടെൻഷൻ കുറേ നാളായിട്ട് അൺകൺട്രോൾഡ് ആയിട്ടിരിക്കുകയാണ്. നമ്മൾ കൺട്രോൾ ചെയ്യാതെ വെക്കുകയാണെങ്കിൽ അതും കാലക്രമേണ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഹാർട്ടിൻ്റെ മസിൽസ് ക്ഷയിക്കുകയും ഹാർട്ടിന് പമ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റിയിൽ കുറവ് വരികയും ചെയ്യുന്നു. അപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ ഹാർട്ടിൻ്റെ പമ്പിങ് കപ്പാസിറ്റി കുറയുന്ന ഒരു അസുഖത്തിനെയാണ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത്. പിന്നെ ചില ആൾക്കാരിൽ വാൽവുലാർ ഹാർട്ട് ഡിസീസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വാൽവുലാർ ഹാർട്ട് ഡിസീസ് അതായത് റുമാറ്റിക് ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ അയോർട്ടിക് വാൽവ് ഡിസീസ്, അങ്ങനെയുള്ള വാൽവുലാർ ഹാർട്ട് ഡിസീസ് വരുമ്പോഴും ഹാർട്ട് ഫെയിലിയർ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് കാരണങ്ങൾ. പിന്നെ ചില ഹാർട്ട് ഫെയിലിയറിൻ്റെ കാരണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു കാരണവും ഇല്ലാണ്ട് ഹാർട്ടിൻ്റെ മസിൽസ് ക്ഷയിക്കുകയും ബലക്കുറവുണ്ടാവുകയും ഹാർട്ടിന് പമ്പിങ് കുറഞ്ഞു പോവുകയും ചെയ്യും. അതിനെ ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി എന്ന് പറയും. പ്രത്യേകിച്ച് ഒരു കാരണവും കണ്ടുപിടിക്കാൻ പറ്റാത്ത അങ്ങനെയുള്ള ഹാർട്ടിൻ്റെ അസുഖത്തെ ഇഡിയോപ്പതിക് ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി എന്നാണ് പറയുന്നത്. ചില ആൾക്കാരിൽ ചില വൈറൽ ഇൻഫെക്ഷൻ വന്നതിന് ശേഷം ആ വൈറൽ ഇൻഫെക്ഷൻ ചിലപ്പോൾ കണ്ടുപിടിക്കാതെ ഇരിക്കുകയും പിന്നീട് കുറച്ച് കഴിയുമ്പോൾ അത് കാർഡിയോമയോപ്പതി ആയിട്ട് മാറുകയും പിന്നീട് ഹാർട്ട് ഫെയിലിയർ ആയിട്ട് പരിണമിക്കുകയും ചെയ്യുന്നു. പിന്നെ ചില രോഗികളിൽ കാണുന്നത് വെച്ചാൽ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഹാർട്ട് വീക്കാവുകയും പിന്നീട് കാർഡിയോമയോപ്പതി ആയിട്ട് മാറുകയും ഹാർട്ട് ഫെയിലിയറിലേക്ക് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് ഹാർട്ട് ഫെയിലിയറിൻ്റെ കോമൺ ആയിട്ട് കാണുന്ന കാരണങ്ങൾ. സർ, ഹാർട്ട് ഫെയിലിയർ ഇപ്പോൾ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ടോ? ഉണ്ട്. ഹാർട്ട് ഫെയിലിയറിൻ്റെ തോത് ഇപ്പോൾ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുകയാണെങ്കിൽ ഒരു 15 മുതൽ 20% വരെ വർധനവാണ് ഹാർട്ട് ഫെയിലിയറിൽ കാണുന്നത്. അപ്പോൾ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഹാർട്ടിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒരുപാട് അഡ്വാൻസ്ഡ് ടെക്നോളജിയൊക്കെ വന്നതിന് ശേഷം ഒരുപാട് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. മറ്റേ വെച്ചാൽ ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ രോഗി മരിച്ചു പോകുക എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു ഒരു 30 വർഷം മുന്നേ. ഒരു അറ്റാക്ക് വന്ന രോഗി ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അതിശയമായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്ന് വെച്ചാൽ ഹാർട്ടിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒരുപാട് വ്യത്യാസം വന്നു. ഇപ്പോൾ അറ്റാക്ക് വന്ന രോഗികൾ ഒരുപാട് പേരിപ്പം സർവൈവ് ചെയ്യുന്നുണ്ട്. കുറേ ആൾക്കാർക്ക് മരണപ്പെടുന്നുണ്ടെങ്കിലും മെജോറിറ്റി ആൾക്കാർ ഇപ്പോൾ സർവൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സർവൈവ് ചെയ്യുന്ന ആൾക്കാരിൽ പിന്നീട് ഇത് ഹാർട്ടിൻ്റെ മസിൽസിന് ശേഷിക്കുറവ് വരികയും പിന്നീട് അവർ ഹാർട്ട് ഫെയിലിയർ ആയിട്ട് മാറുകയും ചെയ്യുന്നു. അതാണ് ഒരു കാരണം ഹാർട്ട് ഫെയിലിയർ കൂടുന്നതിന് കാരണം. മറ്റ് കാരണങ്ങൾ വെച്ചാൽ മറ്റ് ഹൃദ്രോഗങ്ങൾ ലൈക്ക് ഇപ്പം ഹൈപ്പർ ടെൻഷൻ റിലേറ്റഡ് ഹാർട്ട് ഡിസീസ്, അതേപോലെ ഡയബറ്റിസ് റിലേറ്റഡ് ഹാർട്ട് ഡിസീസ്, ഇതുപോലുള്ള മറ്റ് രോഗങ്ങളെല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചികിത്സകൾ എല്ലാ രോഗത്തിനും അവൈലബിൾ ആയതുകൊണ്ട് ഇതെല്ലാം കുറച്ചും കൂടെ കുറേ നാൾ ആൾക്കാർ പിടിച്ചു നിൽക്കും, പിന്നീട് അത് ഹാർട്ട് ഫെയിലിയർ ആയിട്ട് മാറുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് ഹാർട്ട് ഫെയിലിയർ കൂടാനുള്ള പ്രധാന കാരണം. എന്തൊക്കെയാണ് ഈ ഹാർട്ട് ഫെയിലിയറിന്റെ ലക്ഷണങ്ങൾ? ഹാർട്ട് ഫെയിലിയറിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് രോഗിയുടെ സിംറ്റംസ് എടുക്കുകയാണെങ്കിൽ അവർക്ക് ശ്വാസം മുട്ടൽ, നടക്കുമ്പോൾ അമിതമായ കിതപ്പ്, ഒരു 100 മീറ്റർ നടക്കാൻ പറ്റില്ല. അതാണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമായിട്ട് പറയുന്നത്. പിന്നെ എന്താ വെച്ചാൽ അവർക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ബെഡിൽ നേരെ കിടക്കുമ്പം ശ്വാസം മുട്ടൽ വരുന്നു, രാത്രിയിൽ എണീച്ചിരിക്കേണ്ടി വരുന്നു. ഇതൊക്കെയാണ് ഹാർട്ട് ഫെയിലിയറിൻ്റെ സിംറ്റംസ്. പിന്നെ ചില ആൾക്കാരിലാണെങ്കിൽ ഹാർട്ട് ഫെയിലിയർ ഉള്ളവരിൽ കാലിൽ നീര് വരും, കാലിൽ എത്തിച്ച് നീര് വരികയും ചിലപ്പോൾ വയറ്റത്ത് നീര് വരും. ഇതും ഹാർട്ട് ഫെയിലിയറിൻ്റെ സിംറ്റമാണ്. ചില ആൾക്കാരിൽ ശരീരം വല്ലാണ്ട് മെലിഞ്ഞു പോവുകയും അവർ ക്ഷീണിച്ചൊരവസ്ഥയിലേക്കും വരുന്നു. അതും ഹാർട്ട് ഫെയിലിയറിൻ്റെ ഒരു സിംറ്റമാണ്. പിന്നെ മറ്റു ചില ആൾക്കാരിലാണെങ്കിൽ പെട്ടെന്ന് ആൾ തലകറങ്ങി താഴെ വീഴുന്നു. അങ്ങനെയും ഹാർട്ട് ഫെയിലിയർ പ്രസൻറ്റ് ചെയ്യാം. ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ലക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസം മുട്ടലാണ്. നടക്കുമ്പോഴുള്ള ശ്വാസം മുട്ടൽ, അല്ലെങ്കിൽ കിടക്കാൻ പറ്റാതെ ഇരിക്കുന്ന ശ്വാസം മുട്ടൽ, ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. പിന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ കുറേയൊക്കെ നമ്മൾ പ്രൈമറി അസുഖത്തിൻ്റെ ലക്ഷണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ഹൃദ്രോഗമാണോ അല്ലെങ്കിൽ പ്രഷറാണോ അതിൻ്റെ അസുഖങ്ങളുമായിട്ടും കൂടെ ഇതിൻ്റെ ലക്ഷണങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്.
ഹാർട്ട് ഫെയിലിയർ ഉള്ള രോഗികൾക്ക് ശ്വാസമുട്ടൽ ഉണ്ടാകുമെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് വിശദീകരിക്കാമോ? ഞാൻ പറഞ്ഞു, ഹാർട്ട് ഫെയിലിയർ എന്ന് വെച്ചാൽ ഹാർട്ടിൻ്റെ മസിൽസിന് ശേഷിക്കുറവ് വരികയും പമ്പിങ് എബിലിറ്റിയിൽ കുറവ് വരികയും ചെയ്യുകയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഹാർട്ട് പമ്പ് ചെയ്യുന്ന എബിലിറ്റി കുറയുമ്പോൾ എന്താ സംഭവിച്ചാൽ ഹാർട്ടും ലങ്സുമായിട്ട് വെരി ക്ലോസ്ലി കണക്റ്റഡ് ആണ്. അപ്പോൾ ഹാർട്ടിനകത്ത് ഹാർട്ടിൽ നിന്നുള്ള ബ്ലഡ് പുറത്തേക്ക് പമ്പ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ആ ഹാർട്ടിൻ്റെ അകത്തെ പ്രഷർ കൂടും. ഹാർട്ടിനകത്ത് കിടക്കുന്ന ബ്ലഡിൻ്റെ പ്രഷർ കൂടുകയും അത് ലങ്സിനകത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ലങ്സിനകത്തേക്ക് ശ്വാസകോശത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഈ പ്രഷർ കാരണം ശ്വാസകോശത്തിനകത്ത് ഫ്ലൂയിഡ് അലിച്ച് ഇറങ്ങാൻ തുടങ്ങുന്നു. അപ്പം ഈ ഫ്ലൂയിഡ് ഇറങ്ങുന്നതാണ്, അതായത് ശ്വാസകോശത്തിനകത്തേക്ക് ഫ്ലൂയിഡ് ഇറങ്ങുന്നതാണ് ശ്വാസമുട്ടലായി പരിണമിക്കുന്നത്. അപ്പോൾ ഹാർട്ട് ഫെയിലിയർ ഉള്ള രോഗികളിൽ ശ്വാസമുട്ടൽ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വെച്ചാൽ ലങ്സിനകത്ത് ശ്വാസകോശത്തിനകത്ത് ഫ്ലൂയിഡ് ഇറങ്ങി തുടങ്ങി എന്നുള്ളതാണ് അതിൻ്റെ ഒരു കൺക്ലൂഷൻ. അപ്പം ഈ ഫ്ലൂയിഡ് ഇറങ്ങുന്ന ലങ്സിനകത്ത് ഫ്ലൂയിഡ് ഇറങ്ങുന്നത് പോലെ തന്നെയാണ് മറ്റു അവയവങ്ങളിലോട്ടും നീരിറക്കം ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള രോഗികളിൽ കാലിൽ നീര് വരിക അല്ലെങ്കിൽ വയറ്റിൽ നീര് വരിക അങ്ങനെയുള്ള ലക്ഷണങ്ങൾ കൂടെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഹാർട്ട് പമ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയുമ്പോൾ ഹാർട്ടിനകത്തുള്ള പ്രഷർ കൂടുകയും അത് ഒന്നുകിൽ ശ്വാസകോശത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റവയവങ്ങളായിട്ടുള്ള ലിവർ അല്ലെങ്കിൽ അബ്ഡമൻ അങ്ങനെയുള്ള വെയിൻസ് എന്നുള്ള അവയവങ്ങളിനകത്തേക്ക് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യും. ഇത് പിന്നീട് നീരായിട്ട് പരിണമിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഹാർട്ട് ഫെയിലിയർ രോഗികളിൽ ശ്വാസമുട്ടലും വരും, കാലിന് നീരും വരും. ഏതൊക്കെ തരത്തിലുള്ള ഹാർട്ട് ഫെയിലിയേഴ്സ് ഉണ്ട്? ഹാർട്ട് ഫെയിലിയറിനെ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന പമ്പ് ഡിസ്ഫങ്ഷൻ എന്ന് പറയും, അതായത് ഫോർവേഡ് ഫെയിലിയർ എന്ന് പറയും. അത് ഹാർട്ട് പമ്പിങ് ചെയ്ത് എബിലിറ്റി മുന്നോട്ട് പമ്പ് ചെയ്യാനുള്ള എബിലിറ്റി കുറവ്. രണ്ടാമത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്ക്വേർഡ് ഡിസ്ഫങ്ഷൻ, അതായത് ഹാർട്ടിനകത്ത് ബ്ലഡ് കിടന്നിട്ട് പ്രഷർ കൂടിയിട്ട് നീരായിട്ട് ഇറങ്ങുന്ന ടൈപ്പ് ഡിസ്ഫങ്ഷൻ. ഇത് രണ്ട് ടൈപ്പ് ഓഫ് ഹാർട്ട് ഫെയിലിയർ. പിന്നെ നമ്മൾ പറയുന്ന ടൈപ്പ് ഹാർട്ട് ഫെയിലിയർ എന്ന് വെച്ചാൽ അക്യൂട്ട് ഹാർട്ട് ഫെയിലിയർ ഉണ്ട്, ക്രോണിക് ഹാർട്ട് ഫെയിലിയർ ഉണ്ട്. അക്യൂട്ട് ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു ശ്വാസമുട്ടൽ വരുന്നു, പെട്ടെന്ന് ഇതുവരെ വലിയ കുഴപ്പമില്ലാതിരുന്ന ഒരു രോഗി പെട്ടെന്ന് ശ്വാസമുട്ടൽ ഡെവലപ്പ് ചെയ്യും, സഡൻലി കാർഡിയക് ഫെയിലിയർ ആയിട്ട് പ്രസന്റ് ചെയ്യുകയും ചെയ്യുന്നതിനാണ് അക്യൂട്ട് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത്. ക്രോണിക് ഹാർട്ട് ഫെയിലിയർ എന്ന് വെച്ചാൽ കുറേ നാളായിട്ട് പമ്പിങ് ഡിസ്ഫങ്ഷൻ നിലനിന്നോട്ട് ഈ രോഗികൾക്ക് പല എപ്പിസോഡ് ഓഫ് അക്യൂട്ട് ഹാർട്ട് ഫെയിലിയർ വന്നിട്ട് അവരൊരു ക്രോണിക് സ്റ്റേജിലേക്ക്, അതൊരു നിരന്തര ഹാർട്ട് ഫെയിലിയർ ഉള്ള രോഗി കോമ്പൻസേറ്റഡ് ഫേസിലേക്ക് പോകും. അങ്ങനെ പ്രധാനമായിട്ട് ഹാർട്ട് ഫെയിലിയറിനെ അക്യൂട്ട് ഹാർട്ട് ഫെയിലിയർ എന്നും ക്രോണിക് ഹാർട്ട് ഫെയിലിയർ എന്നും പറയുന്നു. ഇത് രണ്ടും രണ്ട് രീതിയിലാണ് ചികിത്സിക്കുന്നത്. എങ്ങനെയാണ് ഡോക്ടർ ഈ ഹാർട്ട് ഫെയിലിയർ ചികിത്സിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു ഹാർട്ട് ഫെയിലിയർ രണ്ട് തരമുണ്ട്, അക്യൂട്ട് ഹാർട്ട് ഫെയിലിയർ ഉണ്ട്, ക്രോണിക് ഹാർട്ട് ഫെയിലിയർ. രണ്ടിനും രണ്ട് രീതിയിലാണ് ചികിത്സ. അക്യൂട്ട് ഹാർട്ട് ഫെയിലിയറിനകത്ത് നമ്മൾ ഹാർട്ട് ഫെയിലിയറിന് എന്തെങ്കിലും സ്പെസിഫിക് കാരണം ഉണ്ടോ എന്ന് നോക്കണം. കാരണം ഉണ്ടെങ്കിൽ ആ കാരണത്തെ ആദ്യം ചികിത്സിക്കണം, അതോടൊപ്പം തന്നെ ഹാർട്ട് ഫെയിലിയറിനെ ചികിത്സിക്കണം. അപ്പോൾ അക്യൂട്ട് ഹാർട്ട് ഫെയിലിയർ ചികിത്സിക്കുമ്പോൾ പേഷ്യൻറ്റിന് മിക്കവാറും നമുക്ക് ഓക്സിജൻ സപ്പോർട്ട് വേണം, ഡയൂററ്റിക് ഇഞ്ചക്ഷൻ ലാസിക്സ് എന്ന് പറഞ്ഞ ഡയൂററ്റിക്സ്, അതായത് ഫ്ലൂയിഡ് കുറേ പുഷ് ഔട്ട് ചെയ്യാനുള്ള മെഡിസിൻസ് കൊടുക്കണം. പിന്നെ ഹാർട്ടിൻ്റെ പമ്പിങ്ങിനെ കൂട്ടാനുള്ള ഇഞ്ചക്ഷൻസ് ഡ്രിപ്പായിട്ട് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ കാരണം ലൈക്ക് കൊറോണറി ഹാർട്ട് ഡിസീസ് ആയിട്ടുള്ള കാരണങ്ങൾ ഉണ്ടെങ്കിൽ ആ കാരണത്തിനെ ട്രീറ്റ് ചെയ്യണം. അതേസമയം ക്രോണിക് ഹാർട്ട് ഫെയിലിയർ, അതായത് കുറേ നാളുകളായിട്ട് ഹാർട്ടിൻ്റെ പമ്പിങ് കുറഞ്ഞിരിക്കുന്നവരിൽ ട്രീറ്റ്മെൻറ്റ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അങ്ങനെയുള്ള രോഗികൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അവർക്ക് അവരുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ഈ ശരീരത്തിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന ഫ്ലൂയിഡ് കുറയ്ക്കുക എന്നുള്ളതാണ്. അതിന് പ്രധാനമായിട്ട് രോഗി ചെയ്യേണ്ട ഒരു കാരണം എന്ന് വെച്ചാൽ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവിൽ റെസ്ട്രിക്ഷൻസ് വേണം. ഈ ഹാർട്ട് ഫെയിലിയർ ഉള്ള രോഗികൾ 1.5 മുതൽ 2 ലിറ്റർ വെള്ളം മാത്രമേ ഡെയിലി കുടിക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ കുടിച്ചു കഴിഞ്ഞാൽ അത് ഫ്ലൂയിഡായിട്ട് ശരീരത്തിൽ കെട്ടുകയും അത് പിന്നീട് ശ്വാസമുട്ടലായിട്ട് മാറുകയും ചെയ്യാം. രണ്ടാമതായിട്ട് അവർ സ്ഥിരമായിട്ട് വെയിറ്റ് നോക്കണം. അതായത് പെട്ടെന്ന് ഒരു 2 കിലോ വെയിറ്റ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ശ്വാസമുട്ടലിലേക്ക് പോവാം. മൂന്നാമതായിട്ട് അവർ ഉപ്പിൻ്റെ അളവ് റെസ്ട്രിക്റ്റ് ചെയ്യണം. അപ്പം ഉപ്പിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാലും ശരീരത്തിൽ കൂടുതൽ വെള്ളം കെട്ടുകയും അത് പിന്നീട് ശ്വാസമുട്ടലായിട്ട് മാറുകയും ചെയ്യും. ഇതാണ് രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നീട് ഈ ഹാർട്ട് ഫെയിലിയറിൻ്റെ സിംറ്റമായിട്ട് വരുന്ന രോഗികളുടെ ഡോക്ടർ നിർദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ ഫ്ലൂയിഡ് എല്ലാം ശരീരത്തിൽ നിന്ന് പോകാനുള്ള മെഡിസിൻസ്, അതാണ് അതിന് സാധാരണ പറയുന്ന ഡയൂററ്റിക്സ് എന്ന് പറയും. ലാസിക്സ് എന്ന് പറയുന്ന മരുന്ന്, അതേപോലെ ചെറിയ അത്രയും പൊട്ടൻ്റ് അല്ലാത്ത ചെറിയ ഡയൂററ്റിക്കുകളുണ്ട്. അങ്ങനെ ഡയൂററ്റിക്സ് കൊടുക്കുക, അപ്പം ഫ്ലൂയിഡ് കുറച്ച് പുഷ് ഔട്ട് ചെയ്ത് കളയുക. പിന്നെ മറ്റ് മെഡിസിൻസ്, അത് ഡിസീസ് മോഡിഫയിങ് ഡ്രഗ്സ് എന്ന് പറയും. അതായത് ഹാർട്ട് ഫെയിലിയറിൻ്റെ ഓവറോൾ പ്രവർത്തനം, അത് ഹാർട്ടിൻ്റെ പമ്പിങ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഡിസീസ് മോഡിഫയിങ് ഡ്രഗ്സ് എന്ന് പറയും.
അത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒന്ന് AC ഇൻഹിബിറ്റർ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്, ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കർ എന്ന് പറയുന്ന മരുന്നുണ്ട്, പിന്നെ പുതുതായിട്ട് വന്നിട്ടുള്ള ഹാർട്ട് റേറ്റ് കൺട്രോൾ ചെയ്യാനുള്ള ബീറ്റ ബ്ലോക്കേഴ്സ് എന്നുള്ള മെഡിസിൻസ് ഉണ്ട്, പിന്നെ പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു ആൻജിയോടെൻസിൻ റിസപ്റ്റർ നെപ്രലൈസിൻ ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞ പുതിയ മെഡിസിൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് അധികം ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. നേരത്തെയൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 10 വർഷം മുന്നേ എടുക്കുകയാണെങ്കിൽ ഇത്രയും ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഹാർട്ട് ഫെയിലിയറിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് അഡ്വാൻസ് ചെയ്ത് വന്നിട്ടുള്ളതുകൊണ്ട് ഹാർട്ട് ഫെയിലിയർ ട്രീറ്റ്മെൻറ്റ് നല്ല രീതിയിൽ പേഷ്യൻസിന് ബെനിഫിറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. പുതിയതായിട്ട് ഹാർട്ട് ഫെയിലിയറിന്റെ ചികിത്സയ്ക്ക് വേണ്ടി വന്ന മെഡിസിൻസിനെ പറ്റി ഒന്ന് പറയാമോ? നമ്മളിപ്പം മെഡിസിൻസിനെ പറ്റി ഏകദേശം ഒന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും പുതുതായിട്ട് വന്ന മെഡിസിൻസിനകത്ത് ഒന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ആൻജിയോടെൻസിൻ റിസപ്റ്റർ നെപ്രലൈസിൻ ഇൻഹിബിറ്റർ. അത് മലയാളത്തിൽ സാധാരണ പേഷ്യൻസിന് ഗ്രഹിക്കാവുന്നതിൽ അപ്പുറമാണ് ആ വാക്കുകൾ. പക്ഷേ ആ മരുന്ന് ഇപ്പോൾ അത് അവൈലബിൾ ആയിട്ടുള്ളത് വൈമഡ എന്നുള്ളൊരു പേരിലാണ് ഇപ്പോൾ അത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ മരുന്നിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളൊരു ചെറിയ ഡോസിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നീട് അത് ഡോസ് ഗ്രാജുവലി കൂട്ടുകയാണ് ചെയ്യുന്നത്. ഈ മരുന്നിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മരുന്ന് രോഗികളിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം സിംറ്റമാറ്റിക് റിലീഫ് ഇപ്പോൾ കാണുന്നുണ്ട്. മാത്രമല്ല ഇങ്ങനെയുള്ള രോഗികളിൽ പമ്പിങ് പെർസെൻറ്റേജും കുറേ ഇമ്പ്രൂവ് ചെയ്ത് കാണാറുണ്ട്. ഇപ്പോൾ ഈ മെഡിസിൻ രണ്ട് കാര്യങ്ങളാണ് ഈ മെഡിസിൻ ചെയ്യുന്നത്. ഒന്ന്, ഹാർട്ട് ഫെയിലിയറിൻ്റെ സിംറ്റംസ് കുറയ്ക്കുന്നു, അതോടൊപ്പം തന്നെ ഹാർട്ടിനെ റീമോഡൽ ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യുന്നു. അതായത് ഹാർട്ടിൻ്റെ മസിൽസിനുള്ള ശേഷിക്കുറവ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരു പരിധിവരെ ഈ മരുന്ന് സഹായിക്കുന്നുണ്ട്. പിന്നീട് വന്ന ഒരു പുതിയ മെഡിസിൻ എന്ന് വെച്ചാൽ ഹാർട്ട് റേറ്റ് കൺട്രോൾ ചെയ്യാനുള്ള മെഡിസിൻ ഇവാബ്രാഡിൻ എന്ന് പറയുന്ന ഒരു മെഡിസിനാണ്. അപ്പം ഇതും ഒരു പരിധിവരെ ഹാർട്ട് ഫെയിലിയർ പ്രോഗ്രസ് ചെയ്യുന്നതിനെ കുറയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പഴയ കൺവെൻഷണൽ മെഡിസിൻസ് ആയിട്ടുള്ള ബീറ്റ ബ്ലോക്കർ, അതേപോലെ AC ഇൻഹിബിറ്റർ എന്ന് പറയും, അതായത് എനലാപ്രിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പഴയ മെഡിസിൻസ് ഉണ്ട്. ഇതും ഹാർട്ട് ഫെയിലിയറിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഹാർട്ട് ഫെയിലിയറിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം വെച്ചാൽ ഈ നീരിനുള്ള മെഡിസിൻ ശരിക്കും ഹാർട്ടിൻ്റെ ഡിസീസ് മോഡിഫിക്കേഷൻ വരുത്തുന്നില്ല, അത് നീര് മാത്രമേ കൺട്രോൾ ചെയ്യുന്നുള്ളൂ. മറ്റു മെഡിസിൻസ് ആണ് ഹാർട്ട് ഫെയിലിയർ ലോങ് ടേം പ്രോഗ്രഷനെ കുറയ്ക്കുന്നത്. ഡോക്ടർ, ഹാർട്ട് ഫെയിലിയർ വന്ന രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കൂടെ ഇത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാണ് കൂടുതലായിട്ട് ഈ ഫെയിലിയർ കാണപ്പെടുന്നത്? ഹാർട്ട് ഫെയിലിയർ എല്ലാ ഏജ് ഗ്രൂപ്പിലും കാണാം. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഹാർട്ടിന് അസുഖം വന്ന് അത് ഒരു അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നതിനെയാണ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു വാൽവുലാർ ഹാർട്ട് ഡിസീസ് വന്നു, അത് കുറേ നാൾ നിന്ന് കഴിയുമ്പോൾ ഹാർട്ട് ഫെയിലിയറിലേക്ക് മാറും. അതേപോലെ തന്നെ നമ്മൾ കൊറോണറി ഹാർട്ട് ഡിസീസ് വന്നു, അത് കുറേ നാളുകൾ നിന്ന് കഴിയുമ്പോൾ അത് ഹാർട്ട് ഫെയിലിയറിലേക്ക് മാറും. അപ്പം ഹാർട്ട് ഫെയിലിയർ അത് അപ്പോൾ കുറേ നാൾ ഏത് അസുഖവും ഹാർട്ടിനെ ബാധിച്ചിരിക്കുകയാണെങ്കിൽ അത് അനന്തരമായിട്ട് ഹാർട്ട് ഫെയിലിയറായിട്ട് മാറാം. അപ്പോൾ ഇത് എല്ലാ ഏജ് ഗ്രൂപ്പിലും വരാം. പക്ഷേ ഞാൻ പറഞ്ഞു കുറേ നാൾ നിന്നിട്ടാണ് അത് ഹാർട്ട് ഫെയിലിയറായിട്ട് മാറുന്നത്. അതുകൊണ്ട് എൽഡർലി പീപ്പിൾ, അതായത് പ്രായം കൂടുന്തോറും ഹാർട്ട് ഫെയിലിയറിൻ്റെ തോത് കൂടിക്കൊണ്ടേയിരിക്കുന്നു. അതായത് നമ്മളുടെ ചികിത്സ കൂടുതൽ പോകുന്തോറും കൂടുതൽ ആൾക്കാർ ഹാർട്ട് ഫെയിലിയറിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ ഓവറോൾ പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ കൂടുതൽ പ്രായമായ ആൾക്കാരിലാണ് ഇന്ന് ഹാർട്ട് ഫെയിലിയർ കൂടുതലായി കാണപ്പെടുന്നത്. പിന്നെ ഒരു ഹാർട്ട് ഫെയിലിയർ വന്ന രോഗികളെ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചതിൻ്റെ ആൻസർ ആണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഈ ഹാർട്ട് ഫെയിലിയർ ഒരു ക്രോണിക് പ്രോസസ്സാണ്. അതായത് സ്ഥിരമായിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ഒരു അസുഖമാണ്. അതുകൊണ്ട് രോഗി സ്ഥിരമായി ഡോക്ടറെ കാണുകയും കൺസൾട്ട് ചെയ്യുകയും വേണം. അപ്പം മരുന്നുകളുടെ ഡോസ് അഡ്ജസ്റ്റ്മെൻറ്റ് റെഗുലറായിട്ട് ചെയ്യേണ്ടി വരും. അപ്പം മാത്രമല്ല രോഗി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾക്കകത്ത് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കൂടാതിരിക്കുക. നമ്മുടെ ഉള്ള വെയിറ്റിൽ നിന്ന് ഒരു 2 കിലോ പെട്ടെന്ന് കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്ക് ശ്വാസമുട്ടലിലേക്ക് ഡെവലപ്പ് ചെയ്യാം. അപ്പം വെയിറ്റ് ഒരു 2 കിലോ കൂടാതെ എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മളുടെ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. സഡൻലി ഒരാൾ പെട്ടെന്ന് 2 കിലോ കൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വെച്ചാൽ നീര് ശരീരത്തിൽ ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ആ 2 കിലോ കൂടിയത്. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ റെഗുലറായിട്ട് ഫ്ലൂയിഡിൽ റെസ്ട്രിക്ഷൻസ് വേണം. നമ്മൾ കഴിക്കുന്ന ഫ്ലൂയിഡ്, എടുക്കുന്ന ഫ്ലൂയിഡ് 1.5 ലിറ്റർ 2 ലിറ്റർ കൂടാതിരിക്കണം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ 2 കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. സപ്പോസ് ഒരു രോഗിക്ക് 2 കിലോയിൽ പെട്ടെന്ന് വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും അത് കുറയ്ക്കാനുള്ള മാർഗങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യണം. പിന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് ഹാർട്ട് ഫെയിലിയർ സിംറ്റംസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ലൈക്ക് നമുക്ക് നടക്കുമ്പോൾ കിതപ്പ്, അല്ലെ
കിടക്കുമ്പോൾ ശ്വാസം മുട്ടൽ വരുന്നു, അങ്ങനെയുള്ള ഹാർട്ട് ഫെയിലിയർ സിംറ്റംസ് ഉണ്ടെങ്കിൽ അത് ഉടനെ തന്നെ ഡോക്ടറെ കണ്ട് മെഡിസിൻസിൽ വേണ്ട അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തുകയാണെങ്കിൽ ഒരു പരിധിവരെ വീണ്ടുമുള്ള ഹോസ്പിറ്റലൈസേഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പം ഹാർട്ട് ഫെയിലിയർ ചികിത്സിക്കുമ്പോൾ നമ്മൾ വീണ്ടുമുള്ള ഹോസ്പിറ്റലൈസേഷൻ അവോയ്ഡ് ചെയ്യുന്നതെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓരോ ഹോസ്പിറ്റലൈസേഷനും പേഷ്യൻറ്റിന് ഫിനാൻഷ്യൽ ബർഡൻ വരും, ഹാർട്ട് കൂടുതൽ വീക്കാവും. അപ്പം അത് കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഹാർട്ട് ഫെയിലിയർ ചികിത്സയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഹാർട്ട് ഫെയിലിയർ ഉള്ള രോഗികൾക്ക് വ്യായാമം ചെയ്യുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഹാർട്ട് ഫെയിലിയർ ഉള്ള രോഗികൾ വ്യായാമം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ ആളുടെ ഒരു രോഗിയുടെ വ്യായാമം നിർദ്ദേശിക്കുന്നത് വെച്ചാൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന പോലെ മാത്രമേ വ്യായാമം ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഹാർട്ടിൻ്റെ പമ്പിങ് പെർസെൻറ്റേജ് അനുസരിച്ചിട്ടാണ് ഒരു രോഗിക്ക് എന്തുമാത്രം വ്യായാമം ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ നിശ്ചയിക്കുന്നത്. സപ്പോസ് ഒരു രോഗിക്ക് പമ്പിങ് പെർസെൻറ്റേജ് 40% അല്ലെങ്കിൽ അതിൽ കൂടുതൽ പമ്പിങ് പെർസെൻറ്റേജ് ഉള്ള ഒരാൾക്കാണെങ്കിൽ റെഗുലറായിട്ട് ഒരു 15-20 മിനിറ്റ് നടക്കുന്നതിന്, സ്ലോ ആയിട്ട് നടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. സപ്പോസ് അതേപോലെ തന്നെ ഒരു ഹാർട്ട് ഫെയിലിയർ രോഗി പമ്പിങ് പെർസെൻറ്റ് 30% ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വ്യായാമം കുറച്ചും കൂടെ റെസ്ട്രിക്റ്റ് ചെയ്യണം. ഇപ്പോൾ പമ്പിങ് പെർസെൻറ്റ് 20% ആയിട്ടുള്ള രോഗികളാണെങ്കിൽ സാധാരണഗതിയിൽ ഒരു വ്യായാമവും ചെയ്യരുതെന്നാണ് പറയാറ്. അപ്പോൾ 20% പമ്പിങ് ഉള്ള ഒരു രോഗി വ്യായാമം ചെയ്താൽ ആൾ പെട്ടെന്നൊരു ഹാർട്ട് ഫെയിലിയർ ഡെവലപ്പ് ചെയ്യും, ചിലപ്പം അതോടുകൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട അവസ്ഥയും വരാം. അപ്പം പൊതുവെ പറയുകയാണെങ്കിൽ ഹാർട്ടിന് പമ്പിങ് എബിലിറ്റി എത്രമാത്രം ഉണ്ടോ, അല്ലെ ആളുടെ സിംറ്റംസ് എത്രമാത്രം ഉണ്ടോ, ആൾക്ക് എന്തുമാത്രം നടക്കുമ്പോൾ കിതപ്പ് വരുന്നു, അങ്ങനെയുള്ള നോക്കിയിട്ട് വേണം നമ്മൾ ഒരു വ്യായാമം ഇങ്ങനെയുള്ള രോഗികളെ അഡ്വൈസ് ചെയ്യാൻ. സപ്പോസ് ചില ആൾക്കാരിൽ 30% ഹാർട്ടിന് പമ്പിങ് എബിലിറ്റി ഉണ്ട്, പക്ഷെ വലിയ സിംറ്റംസ് ഇല്ല, അങ്ങനെയുള്ള ഒരു രോഗിക്ക് വേണമെങ്കിൽ ഒരു 20-30 മിനിറ്റ് സ്ലോ ആയിട്ട് നടക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ സപ്പോസ് അയാൾക്ക് നടക്കുമ്പോൾ കിതപ്പ് വരികയാണെങ്കിൽ ആ സമയത്ത് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും കുറേശ്ശെ നടക്കാൻ അഡ്വൈസ് ചെയ്യുന്നത് അഭികാമ്യമാണ്. അത് ഒന്ന് റെസ്റ്റ് എടുക്കുക, പിന്നെ വീണ്ടും നടക്കുക. ഇതാണ് പ്രധാനമായിട്ടും. പൊതുവെ പറഞ്ഞാൽ ഹാർട്ട് ഫെയിലിയർ രോഗികളിൽ അധികം എക്സസൈസ് അഡ്വൈസ് ചെയ്യാറില്ല. ഡോക്ടർ ഇപ്പോൾ മെഡിക്കൽ തെറാപ്പിനെ പറ്റി പറഞ്ഞു, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ചികിത്സാ രീതികൾ ഹാർട്ട് ഫെയിലിയറിനുണ്ടോ? ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മെഡിക്കലി സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഹാർട്ട് ഫെയിലിയർ വന്ന രോഗിയെ ആദ്യം മെഡിക്കലി സ്റ്റെബിലൈസ് ചെയ്യുക. സപ്പോസ് ഹാർട്ട് ഫെയിലിയർ മെഡിക്കൽ സ്റ്റെബിലൈസേഷൻ കഴിഞ്ഞ് ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല, വീണ്ടും പേഷ്യൻ്റ് പ്രോഗ്രസ് ചെയ്യാണ്, ഹാർട്ട് ഫെയിലിയർ സിംറ്റംസ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറച്ച് അഡ്വാൻസ് മോഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അത് എല്ലാവരിലും ഫീസിബിൾ അല്ല. അതിന് സെലക്റ്റഡ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ നമുക്ക് വേറെ ഫോം ഓഫ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അത് ഡിവൈസ് തെറാപ്പി എന്ന് പറയും. അത് ഹാർട്ട് ഫെയിലിയർ ഡിവൈസസ് എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അത് ആ ട്രീറ്റ്മെൻറ്റ് ഒരു സെലക്റ്റഡ് ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിന് മാത്രമേ അത് ബെനിഫിഷ്യൽ ആയിട്ടുള്ളൂ. അതിന് സർട്ടൺ ക്രൈറ്റീരിയാസ് ഉണ്ട്. ചില രോഗികൾ ഇ സി ജിയിലുള്ള വേരിയേഷൻ, ലൈക്ക് LBB എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ECG വേരിയേഷൻ ഉള്ള ആൾക്കാർ, അതേപോലെ ഹാർട്ടിൽ ഡിസിങ്കർണി, എക്കോ കാർഡിയോഗ്രാം നോക്കുമ്പം ഹാർട്ടിൻ്റെ വോളുകൾ കൺട്രാക്ട് ചെയ്യുന്നതിൽ തമ്മിൽ ഡിസിങ്കർണി ഉള്ള ആൾക്കാർ, അത് ഒരു വോള് കൺട്രാക്ട് ചെയ്യുമ്പോൾ മറ്റേ വോള് പുറത്തേക്ക് പോവുക, അതിനാണ് ഡിസിങ്കർണി എന്ന് പറയുന്നത്. അങ്ങനെ ഡിസിങ്കർണി ഉള്ള അങ്ങനെയുള്ള ആൾക്കാരിൽ ഡിവൈസ് തെറാപ്പി ഒരു പരിധിവരെ ഹാർട്ടിൻ്റെ ഫെയിലിയർ പ്രോഗ്രസ് ചെയ്തതിനെ അറസ്റ്റ് ചെയ്യും, തിരിച്ച് റീമോഡലിംഗ് എന്ന് പറയും. അതായത് തിരിച്ച് ഹാർട്ട് ചുരുങ്ങി വീണ്ടും പമ്പിങ് നോർമൽ ആവുന്ന സ്റ്റേജിലേക്ക് വരെ കൊണ്ടെത്തിക്കാം. അപ്പോൾ എന്താണ് ഈ ഡിവൈസ് തെറാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു പേസ് മേക്കർ ഡിവൈസ് ആണ് ഇതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ പേസ് മേക്കറിനെ ബൈവെൻട്രിക്കുലർ പേസിംഗ് എന്ന് പറയും. അതായത് ലെഫ്റ്റ് വെൻട്രിക്കിളും റൈറ്റ് വെൻട്രിക്കിളും സൈമൾട്ടേനിയസ്ലി പേസ് ചെയ്യുന്ന ഒരു ടൈപ്പ് പേസ് മേക്കറാണ് ഈ ഹാർട്ട് ഫെയിലിയറിന് ഉപയോഗിക്കുന്ന ഡിവൈസ്. അതിന് പറയുന്ന പേര് കാർഡിയാക് റീസിങ്കർണൈസേഷൻ തെറാപ്പി എന്നാണ് പറയുന്നത്. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് എല്ലാ ഹാർട്ട് ഫെയിലിയർ രോഗികളിലും ഇത് ബെനിഫിഷ്യൽ അല്ല, പക്ഷെ ഒരു സെലക്റ്റഡ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ ഇത് ബെനിഫിഷ്യൽ ആണ്. അങ്ങനെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻസിലൂടെ ഐഡൻറ്റിഫൈ ചെയ്ത് ഈ ഡിവൈസ് നമ്മൾ ആ ആൾക്കാരിൽ വെക്കുകയാണെങ്കിൽ, ബൈവെൻട്രിക്കുലർ പേസിംഗ് ചെയ്യുകയാണെങ്കിൽ ഈ രോഗികൾ തിരിച്ച് ഹാർട്ട് റീമോഡലിംഗ് എന്ന് പറയും. അത് ഹാർട്ടിൻ്റെ മസിൽസിൻ്റെ പമ്പിങ് ഇമ്പ്രൂവ് ചെയ്യും, ഹാർട്ടിൻ്റെ വലിപ്പം കൂടിയതൊക്കെ കുറഞ്ഞു വരികയും പൂർണ്ണമായും ഹാർട്ട് ഫെയിലിയർ സിംറ്റംസിൽ നിന്ന് മുക്തരാവുന്നതും കാണുന്നുണ്ട്. ഇതിനെ CRT എന്നാണ് പറയുന്നത്. അഡ്വാൻസ്ഡ് ഹാർട്ട് ഫെയിലിയറിന് മറ്റെന്തെങ്കിലും ചികിത്സകളുണ്ടോ? അഡ്വാൻസ് ഹാർട്ട് ഫെയിലിയറിന് നമ്മൾ പറഞ്ഞു ഒരു ട്രീറ്റ്മെൻറ്റ് മോഡ് പറഞ്ഞു, CRT എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ രോഗികൾ വീണ്ടും ഹാർട്ട് ഫെയിലിയർ പ്രോഗ്രസ് ചെയ്യുന്നു, റിക്കറൻറ്റ് ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വരുന്നു. ഇങ്ങനെയുള്ള രോഗികൾ ചെറുപ്പക്കാരാണെങ്കിൽ നമുക്ക് വേറെ കുറച്ച് ട്രീറ്റ്മെൻറ്റ് ഉപാധികളിലൂടെ അവൈലബിൾ ആണ്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് വെൻട്രിക്കുലർ അസിസ്റ്റ് ഡിവൈസ് എന്ന് പറയും. അതായത് നമ്മൾ ഒരു ഹാർട്ടിൻ്റെ പ്രവർത്തനത്തിന്
പകരമായി നമ്മളൊരു മെഷീൻ ഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഹാർട്ട് പമ്പ് ചെയ്യുന്ന ഒരു എബിലിറ്റിയാണ് ഹാർട്ടിന്റെ ഫംഗ്ഷൻ. അതിന് പകരം ഒരു മെക്കാനിക്കൽ പമ്പ് ഹാർട്ടിന് പുറത്ത് ശരീരത്തിന്റെ ഒരു ഭാഗത്തായിട്ട് ഘടിപ്പിച്ചുകൊണ്ട് ആ പമ്പ് ഹാർട്ടിൽ നിന്നുള്ള ബ്ലഡ് എടുക്കുകയും തിരിച്ച് പമ്പ് ചെയ്ത് അകത്തേക്ക് വിടുകയും ചെയ്യുന്നതിനെയാണ് ലെഫ്റ്റ് വെൻട്രിക്കുലർ അസിസ്റ്റ് ഡിവൈസ് എന്ന് പറയുന്നത്. ഈ അസിസ്റ്റ് ഡിവൈസ് ഒരു ഫോം ഓഫ് ട്രീറ്റ്മെന്റ് ആണ്, പക്ഷെ ഇത് വളരെ എക്സ്പെൻസീവ് ട്രീറ്റ്മെന്റ് ആണ്. ഈ പിന്നീടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻ വെച്ചാൽ കൃത്രിമ ഹൃദയം എന്ന് പറയും. അതും ഒരു ഫോം ഓഫ് ഹാർട്ട് ഫെയിലിയർ ട്രീറ്റ്മെന്റ് ആണ്. കൃത്രിമ ഹൃദയം എന്ന് വെച്ചാൽ ഹാർട്ടിന്റെ അതേ ഫംഗ്ഷൻ ഒരു ഹാർട്ടിന് പുറത്ത് ഒരു അവയവം ചെയ്തിട്ട് തിരിച്ച് ബ്ലഡ് നമ്മുടെ ശരീരത്തേക്ക് കടത്തി വിടുന്നതിനാണ് കൃത്രിമ ഹൃദയം എന്ന് പറയുന്നത്. അപ്പം ലെഫ്റ്റ് വെൻട്രിക്കുലർ അസിസ്റ്റ് ഡിവൈസ്, ആർട്ടിഫിഷ്യൽ ഹാർട്ട്, ഇതെല്ലാം അഡ്വാൻസ് ഹാർട്ട് ഫെയിലിയറിന്റെ ട്രീറ്റ്മെന്റ് ആണ്. ഇതിന്റെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ ഈ അഡ്വാൻസ്ഡ് ഹാർട്ട് ഫെയിലിയർ ട്രീറ്റ്മെന്റ് എല്ലാം വളരെ കോസ്റ്റ്ലിയാണ്. ഇത് സാധാരണക്കാരന് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റുകളല്ല. പിന്നെ ഈ ലെഫ്റ്റ് വെൻട്രിക്കുലർ അസിസ്റ്റ് ഡിവൈസ് സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഹാർട്ട് ഫെയിലിയറിന്റെ അഡ്വാൻസ് ഹാർട്ട് ഫെയിലിയറിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് പറയുമ്പോൾ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ആണ് അഡ്വാൻസ് ഹാർട്ട് ഫെയിലിയറിന്റെ ഏറ്റവും ഉചിതമായ ട്രീറ്റ്മെന്റ്. അത് എസ്പെഷ്യലി ഒരു ചെറുപ്പക്കാരനായ രോഗി റിക്കറന്റ് ഹാർട്ട് ഫെയിലിയറിലേക്ക് പോവുകയാണെങ്കിൽ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്ക് തിരിച്ച് നമ്മുടെ രോഗാവസ്ഥയിൽ നിന്ന് മാറി നോർമൽ ലൈഫിലേക്ക് വരാൻ സാധിക്കും. ഈ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഒരേ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കടാവർ ട്രാൻസ്പ്ലാന്റ് മാത്രമേ നടക്കുള്ളൂ. അതായത് ഒരു മരണപ്പെട്ട രോഗിയിൽ നിന്ന് ഒരു ഹാർട്ട് എടുത്ത് ഒരു രോഗിക്ക് കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവൈലബിലിറ്റി ഓഫ് ഹാർട്ട് ഫോർ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ഭയങ്കര കുറവാണ്. അപ്പോൾ അതുകൊണ്ട് കുറേ ആൾക്കാർ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള രോഗികൾ കുറേ ആൾക്കാരിലൊക്കെ ലെഫ്റ്റ് വെൻട്രിക്കുലർ അസിസ്റ്റ് ഡിവൈസ് കുറച്ച് നാളത്തേക്ക് ബ്രിഡ്ജ് ടു ട്രാൻസ്പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പം ഹാർട്ട് കിട്ടാനില്ല എന്നുള്ളതാണ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷന്റെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ. ഹാർട്ട് ഫെയിലിയറും അതിന്റെ ചികിത്സാ രീതികളെയും കുറിച്ച് സംസാരിച്ച ഡോക്ടറിന് ഒരുപാട് നന്ദി. ലൈഫ് ലൈറ്റിന്റെ മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം.